السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട കുട്ടികളെ, അൽഹംദുലില്ലാഹ് നമ്മളുടെ മജ്ലിസ് സിലബസ് ഫിഖ്ഹിൻ്റെ 3 പാഠങ്ങൾ കഴിഞ്ഞ പാഠം ശുദ്ധിയും ആരാധനയുമായിരുന്നു. അതിൽ വുളൂ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചും എന്താണ് വലിയ ശുദ്ധി, പിന്നെ സുന്നത്തായ കുളികൾ, വുളൂ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ പഠിച്ച്. നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കണം കേട്ടോ. എന്നാലാണ് നമുക്കത് ഓർമ്മയിലുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് പിന്നെ അന്ന് മുതൽ ജീവിതത്തിൽ പകർത്തുക. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുളുവിന് ശേഷം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് പഠിച്ചത്. ആ പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും വുളു എടുക്കുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലണം. അർത്ഥം മനസ്സിലൂടെ ഇങ്ങനെ മനനം ചെയ്യണം. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പാഠം 4 എടുക്കുന്നത്. പാഠം 4ൻ്റെ പേര് ഇനി നമസ്കരിക്കാം. അപ്പോൾ നമസ്കാരം അള്ളാഹുവുമായി നേർക്കുനേർ നടത്തുന്ന സംഭാഷണമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. സൃഷ്ടാവായ അള്ളാഹുവുമായുള്ള ഈ കൂടിക്കാഴ്ച വളരെ ഗൗരവമുള്ളതാണ്. അതിനായി സത്യവിശ്വാസി മുന്നൊരുക്കങ്ങൾ നടത്തണം. ഒരു ഇൻ്റർവ്യൂവിനോ ഹെഡ് മാസ്റ്ററുമായി സംസാരിക്കാനോ പോകുമ്പോൾ നമ്മൾ ഒരുങ്ങാറുണ്ട്. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മെ പരിപാലിക്കുന്ന അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖം. അപ്പോൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവുമായി സംസാരിക്കുകയാണല്ലോ എന്ന സന്തോഷം നമുക്കുണ്ടാകണം. അപ്പോൾ പടച്ചോൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടത്. ഓക്കെ. അല്ലാതെ നമസ്കാരം ഒരു കടമയാണ് എന്നുള്ള നിലക്ക് വെറുതെ നമസ്കരിച്ച് പോയാൽ, നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചു, നമസ്കരിക്കുമ്പോൾ ഖുശൂഅ് വേണം, ഭയഭക്തി വേണം. ഇല്ലെങ്കിൽ അത് നാളെ നമ്മുടെ വിചാരണ നാളിൽ അത് ഒരു പഴയ തുണിക്കെട്ട് പോലെ വലിച്ചെറിയപ്പെടും. അപ്പോൾ ഇനി നമസ്കരിക്കാം എന്നുള്ള ഈ പാഠത്തിൽ എങ്ങനെയൊക്കെയാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമസ്കാരത്തിനൊരുങ്ങാം. വുളൂ ചെയ്ത് ശരീരവും മനസ്സും ശുദ്ധമാക്കി ഇനി നമസ്കാരത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വുളൂ എടുക്കാനും ശരീരം എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ നമസ്കാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമസ്കാരം ശരിയാവാൻ ചില നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. അവയ്ക്ക് നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. നമസ്കാരം ശരിയാവാൻ വേണ്ടിയിട്ട് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. നിബന്ധനകളെയാണ് ഷർത്തുകൾ എന്ന് പറയുക. ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ നമസ്കാരം ശരിയാവില്ല. അപ്പം നമസ്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല. അപ്പം നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഹദസിൽ നിന്ന് ശരീരം ശുദ്ധമായിരിക്കുക. ചെറുതോ വലുതോ ആയ അശുദ്ധിയുള്ള അവസ്ഥയ്ക്കാണ് ഹദസ എന്ന് പറയുന്നത്. ഓക്കെ. 2, ശരീരവും വസ്ത്രവും നമസ്കാര സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധമായിരിക്കുക. 1, ഹദസിൽ നിന്ന് ശുദ്ധമായിരിക്കുക. 2, നജസിൽ നിന്ന് ശുദ്ധമായിരിക്കുക. 3, ഔറത്ത് മറക്കുക. എന്താ ഔറത്ത് എന്ന് പറഞ്ഞാൽ? വെളിവാക്കാൻ പാടില്ലാത്ത ശരീരഭാഗത്തിനാണ് ഔറത്ത് എന്ന് പറയുന്നത്. ഓക്കെ. പുരുഷൻ്റെ ഔറത്ത് കാൽമുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗമാണ്. മുൻകൈയും മുഖവും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീയുടെ ഔറത്താകുന്നു. അപ്പോൾ 3ാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ഔറത്താണ്. അതായത് നമ്മൾ ഒരു കൈയില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിന്ന് നിസ്കരിക്കാൻ പെൺകുട്ടികൾക്ക് പാടില്ല. അതേപോലെ ആൺകുട്ടികൾ ട്രൗസറൊക്കെ ഇട്ടിട്ട് പൊക്കിളും വയറും ഒക്കെ പുറത്ത് കാണിച്ചിട്ട് നിന്ന് നിസ്കരിക്കാൻ
ആൺകുട്ടികൾക്കും പാടില്ല. അപ്പോൾ ഇതിനൊക്കത്തിനും നമ്മുടെ ഇസ്ലാമിൽ ഓരോരോ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. ഓക്കെ. ഇനി നാലാമത്തത് നമസ്കാര സമയമായെന്ന് ഉറപ്പുവരുത്തുക. തോന്നുമ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് കളിക്കാൻ പോകണം എന്ന് വിചാരിച്ചിട്ട് അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അസർ നിസ്കരിക്കാൻ പാടുമോ? പാടില്ല. അപ്പോൾ ബാങ്ക് കൊടുത്ത് നമസ്കരിച്ചതിന് ശേഷം കളിക്കാൻ പോയാൽ മതി. നമ്മളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നമുക്ക് തോന്നിയ പോലെ നമസ്കരിക്കാൻ പാടില്ല. അതിന് ഒരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്താണ് നമസ്കരിക്കേണ്ടത്. നമസ്കാരം സമയം അറിയിക്കാനാണ് ബാങ്ക് വിളിക്കുന്നത്. നമ്മുടെ പള്ളിയിലൊക്കെ ബാങ്ക് കൊടുക്കില്ലേ? ഉമ്മമാർ ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലോ ദേ ളുഹർ ബാങ്ക് കൊടുത്ത്, ദേ അസർ ബാങ്ക് കൊടുത്ത്, ഇപ്പം മഗ്‌രിബാവും, ഇങ്ങനെ പറയില്ലേ? എന്താ അത്? ഓരോ നമസ്കാരത്തിൻ്റെയും സമയത്ത് നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കും. അപ്പോൾ നമസ്കാര സമയമായെന്ന് ഉറപ്പുവരുത്തുക. ഫർള് നമസ്കാരങ്ങളിൽ ഓരോന്നും അതിന് നിശ്ചയിക്കപ്പെട്ട സമയമായ ശേഷമാണ് നിർവഹിക്കേണ്ടത്. ഇനി അഞ്ചാമത്തത് ഖിബിലയെ അഭിമുഖീകരിക്കുക. നമ്മൾക്ക് ഖിബിലയുണ്ട് അല്ലേ? ആ ഖിബില ഏതാ? നമ്മളുടെ കഅബയാണ് നമ്മുടെ ഖിബില. മക്കയിലുള്ള കഅബയാണ് നമ്മുടെ ഖിബില. കഅബയെ നേരിൽ കാണുന്നവർ അതിന് നേരെ നിന്ന് നിസ്കരിക്കണം. നേരിൽ കാണാൻ സാധിക്കാത്തവർ അത് നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കേണ്ടത്. ഇനി നമസ്കാരത്തിൻ്റെ ഫർളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമസ്കാരത്തിൽ നാം ചെയ്യുകയും ചൊല്ലുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ 14 അതിൻ്റെ ഫർളുകളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ നമസ്കാരം ബാത്തിലാകും. അതായത് നമസ്കാരം കിട്ടില്ല. ഈ ഫർള് നമസ്കാരത്തിൻ്റെ കാതലാണ്. അത് മസ്റ്റാണ്. അത് ചെയ്യണം. ഇല്ലെങ്കിൽ നമസ്കരിച്ചത് നമ്മുടെ ശരിയാവില്ല. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നിയ്യത്ത്. നിയ്യത്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഒരു നമസ്കാര സമയമായാൽ ഇന്ന നമസ്കാരം ഞാൻ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതലാണ് നിയ്യത്ത്. 2 തക്ബീറത്തുൽ ഇഹ്റാം, അതായത് നമസ്കാരം ആരംഭിക്കുന്ന തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൈകെട്ടുക. ഇനി മൂന്നാമത്തെ ഫർള് നിൽക്കുക. അതായത് സാധിക്കണവർ, വയ്യാത്തവർക്ക് മാത്രമാണ് ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ നിസ്കരിക്കാൻ അനുവാദമുള്ളൂ. നല്ല ചുറുചുറുക്കുള്ള ആൾക്കാരും ആരോഗ്യമുള്ളവരൊക്കെ നിന്ന് നമസ്കരിക്കണം. 4 സൂറത്തുൽ ഫാത്തിഹ ഓതണം അല്ലേ? എല്ലായിടത്തും ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് പോരിശയുള്ള, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പഠിക്കാം കേട്ടോ. ഇനി അഞ്ചാമത്തത് റുക്കൂ ചെയ്യുക. 6 എഴുത്തിദാല് അഥവാ റുക്കൂവിൽ നിന്ന് നിവർന്ന് നിൽക്കുക. 7 2 പ്രാവശ്യം സുജൂദ് ചെയ്യുക. 8 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കുക. 9 അവസാനത്തെ തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക. അവസാനത്തെ നമ്മുടെ അത്തഹിയാത്തിൽ 3 പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലുക. 1 അത്തഹിയാത്ത്, 2 അല്ലാഹുമ്മ സല്ലി അലാ, 3 അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന 3 പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലുക. 10ാമത്തത് അവസാനത്തെ അത്തഹിയാത്ത് ചൊല്ലുക. അതായത് നമ്മൾ പഠിക്കാൻ പോകണുള്ളൂ. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു തുടങ്ങുന്ന ആ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലേണ്ടത്. പ്രാർത്ഥനകളൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഇനി 5ാം ക്ലാസ്സിൽ അതിൻ്റെ മീനിങ് ഉൾപ്പെടെയാണ് പഠിക്കുക. 11 നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന അസ്സലാത്ത്. 12 അടുക്കം, അതായത് അടക്കം വേണം. ഏത് കാര്യത്തിനും ഒരു അടക്കവും ഒതുക്കവും വളരെ പ്രധാനമാണ്. ഓക്കെ. ആ അടക്കത്തിന് അറബിയിൽ പറയുക തുമഅ്നീന എന്നാണ് പറയുക. തുമഅ്നീന. അപ്പോൾ നമ്മൾ കൈ കെട്ടി കഴിഞ്ഞാൽ തല ചൊറിയുക, അവിടെ ചൊറിയുക, ഇവിടെ ചൊറിയുക, നടക്കുക, ഇരിക്കുക, പലതരത്തിലുള്ള കോപ്രാട്ടികൾ കാണിക്കുക. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൽ വളരെ ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന
ഭയത്തോടും ബഹുമാനത്തോടും കൂടി അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിനെയാണ് തുമഅനീന എന്ന് പറയുക. ഓക്കെ. ഇനി 13ാമത്തത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് സലാം ചൊല്ലുക. ലാസ്റ്റ് നമസ്കാരത്തിൻ്റെ നമ്മൾ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കാൻ വേണ്ടിയിട്ട് സലാം ചൊല്ലിയിട്ടാണ് വിരമിക്കുക. ഇനി 14ാമത്തത് തർത്തീബ്, അത് ക്രമപ്രകാരം ചെയ്യുക. ക്രമപ്രകാരം ചെയ്യുക എല്ലാ കാര്യങ്ങളും 1 മുതൽ 14 വരെ 13 വരെയും ക്രമത്തിൽ ചെയ്യുന്നതിനെയാണ് തർത്തീബ് എന്ന് പറയുക. ഈ തുമഅനീന അടക്കം, ധൃതി പിടിച്ച് നമസ്കരിക്കാതെ റുക്കൂഉം സുജൂദും ഇരുത്തവും ഒക്കെ അല്പം അടക്കത്തോടു കൂടി നിർവഹിക്കുന്നതിനാണ് തുമഅനീന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ നമസ്കാരത്തിൻ്റെ ഫർള് പഠിച്ചു. ഇനി നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തത്, നമസ്കാരത്തിൽ 4 സന്ദർഭങ്ങളിൽ കൈപ്പത്തികൾ രണ്ടും നിവർത്തി വിരലുകൾ ചെവിയോടൊപ്പം വരും വിധം ചുമലിൻ്റെ നേരെ ഉയർത്തണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ റുക്കൂഇലേക്ക് പോകുമ്പോൾ, റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ, 3ാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ എന്നീ സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ കൈകൾ ചുമലിനോടൊപ്പം ഉയർത്തേണ്ടത്, ചുമലിൻ്റെ നേരെ ഉയർത്തേണ്ടത്. മനസ്സിലായോ? അത് നമസ്കാരത്തിൻ്റെ സുന്നത്താണ്. 2, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വലതു കൈ ഇടത് കൈത്തണ്ടമേൽ പിടിച്ച് ഇരു കൈകളും നെഞ്ചിന്മേൽ വെക്കുക. 3, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്ന പ്രാർത്ഥന ചൊല്ലുക. 4, പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. ഇത് പതുക്കെയാണ് ചൊല്ലേണ്ടത്. നമ്മൾ ഇമാമിനോടൊപ്പം നമസ്കരിക്കുമ്പോൾ അഊദു ബില്ലാഹി പറയണം, നമ്മൾ കേൾക്കാറില്ല. എന്താ, അത് പതുക്കെയാണ് ചൊല്ലുക. എന്തിനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണേ? നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം, എന്നാലും കുറച്ച് മിസ് പറയാം കേട്ടോ. നമ്മൾ ശൈത്താൻ്റെ ഉപദ്രവം നമുക്ക് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്തായാലും ശൈത്താനൊന്ന് ഇവൻ്റെ നിസ്കാരം ഒന്ന് കൊളാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ കയറിയിട്ട് വേണ്ടാത്ത ചിന്തകളൊക്കെ തരും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത്. നമസ്കാരത്തിൽ ഏകാഗ്രതയും അള്ളാഹുവിനോടുള്ള ഭക്തിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. 5, ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയുക. ഫാത്തിഹ മുഴുവൻ പ്രാർത്ഥനകളാണ് അല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് സ്വീകരിക്കാനായിട്ട് ആമീൻ എന്ന് പറയുക. 6ാമത്തത്, ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തോ ആയത്തോ ഏതാനും ആയത്തുകളോ ഓതുക. 7, റുക്കൂഇൽ നിന്ന് ഉയരുന്നതൊഴിച്ചുള്ള കർമ്മങ്ങളിലെല്ലാം ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ? ഇനി റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. 8ാമത്തത്, റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ചൊല്ലുക. 9, റുക്കൂഇൽ കൈപ്പടം രണ്ടും കാൽമുട്ടിന്മേൽ അമർത്തി വയ്ക്കുക. 10, എഴുത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് ചൊല്ലുക. 11, സുജൂദിൽ ആദ്യം കാൽമുട്ടുകളും പിന്നെ കൈപ്പത്തിയും എന്ന ക്രമത്തിലാണ് നിലത്ത് വെക്കേണ്ടത്. അതായത് നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം മുട്ടാണ് മുസല്ലയിൽ ടച്ച് ചെയ്യേണ്ടത്, പിന്നെയാണ് കൈകൾ കൈയുടെ പത്തി വെക്കേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ പോയിട്ട് അവിടെ കമന്നടിച്ച് വീണ പോലെ കിടക്കുകയല്ല വേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ 12ാമത്തെ സുന്നത്ത്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുക. റുക്കൂഇലും സുജൂദിലും തസ്ബീഹ് 3 തവണയെങ്കിലും ചൊല്ലുക. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് റുക്കൂഇൽ 3 പ്രാവശ്യം പറയുക, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് സുജൂദിൽ 3 പ്രാവശ്യം പറയുക. 13, 2 സുജൂദുകൾക്കിടയിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ജുലൂസുൽ ഇഫ്തിറാഷ് ഇരിക്കുക. 14, സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ പ്രാർത്ഥന ചൊല്ലുക. 15, ജുലൂസുൽ ഇസ്തിറാഹ സുജൂദിൽ നിന്ന് 2ഉം 4ഉം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് ഒന്നിരുന്നതിന് ശേഷമാവുക. 16, ആദ്യത്തെ തശഹുദ് 3ഉം 4ഉം റക്അത്തുള്ള നമസ്കാരങ്ങളിൽ
രണ്ടാമത്തെ റക്അത്തിൻ്റെ അവസാനം തശഹുദ് സുന്നത്തുണ്ട്. ജുലൂസുൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇവിടെയും വേണ്ടത്. സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഇടതുകാൽ മടക്കി നിലത്തു വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലതുകാലിൻ്റെ പാദം വിരലുകൾ കിബിലയുടെ നേരെ വെച്ചുകൊണ്ട് നാട്ടി നിർത്തുകയും ചെയ്യുന്നതാണ് സുന്നത്ത്. ഈ ഇരുത്തത്തിനെയാണ് ജുലൂസുൽ ഇഫ്തിറാഷ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 17 തശഹുദിൻ്റെ അവസാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുകയും ചെയ്യുക. അവിടെ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന്, അള്ളാഹു ഏകനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ചൂണ്ടുവിരൽ ഉയർത്തേണ്ടത്. 18 അവസാനത്തെ തശഹുദിനായി ഇരിക്കുമ്പോൾ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കുക. അതായത് എന്താണ് തവറുക്കിൻ്റെ ഇരുത്തം? അവസാന തശഹുദിലിരിക്കുന്ന രൂപമാണ് തവറുക്ക്. വലതുകാലിൻ്റെ വിരലുകൾ കിബിലയുടെ നേരെയാക്കി മടക്കി വയ്ക്കുകയും ഇടതുകാൽ വലതുകാലിൻ്റെ ചുവട്ടിൽ വയ്ക്കുകയും നിലത്ത് പതിഞ്ഞ് ഇരിക്കുകയും ചെയ്യുക. 19 തശഹുദിനും സലാമിനുമിടക്ക് പ്രാർത്ഥിക്കുക. 20 നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിനായി സലാം ചെല്ലുമ്പോൾ ആദ്യത്തെ സലാം മാത്രമാണ് ഫർള്, രണ്ടാമത്തേത് സുന്നത്താണ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നതിനെയാണ് സലാം എന്ന് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നതാണ് ഫർള്, രണ്ടാമത്തത് സുന്നത്താണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഇനി നിങ്ങൾ ഈ പാഠം കേട്ടിട്ട് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് തർത്തീബ്, ഷർത്ത്, തുമഅനീന, ഔറത്ത്, ജുലൂസുൽ ഇഫ്തിറാഷ്, ഇഅ്തിദാൽ, തശഹുദ്, ജുലൂസുൽ ഇസ്തിറാഹ്, തവറുക്ക്, ഖിബ്ല. ഇത്രയും കാര്യങ്ങൾ എന്താണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ. ഇൻഷാ അല്ലാഹ് പാഠങ്ങളൊക്കെ നന്നായി കേൾക്കുക, പോയിൻസൊക്കെ എഴുതിയെടുക്കുക, പഠിക്കുക. എന്നിട്ട് MS-ന് മോറൽ സയൻസിന് ഫുള്ള് മാർക്ക് വാങ്ങിക്കുക. ഓക്കെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.